ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 18-ാം വാക്യം. എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വെള്ളിയും പൊന്നുമൊക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരേണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു കൽപ്പനയാണ് നാം കാണുന്നത്. യോശുവയുടെ ആത്മീക നേതൃത്വത്തിൽ ജനം യെരിഹോ കോട്ട പിടിക്കുവാനായി പുറപ്പെടുകയുണ്ടായി. യെരിഹോ കോട്ട പിടിക്കുമ്പോൾ അവിടെയുള്ള യാതൊരു വസ്തുവും എടുക്കരുത്, തൊടരുത് എന്ന് ദൈവം വ്യക്തമായി കൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അവ ശപഥാർപ്പിതമാണ്, അവ ഡിവോട്ടഡാണ്. ഡിവോട്ടഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ടതാണ്. അത് ദൈവാലയത്തിൽ ചേരേണ്ടതാണ്. യെരിഹോ കോട്ട പിടിക്കുന്നത് നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ കൊണ്ടും സഹായം കൊണ്ടും ശക്തി കൊണ്ടും മാത്രമാണ്. മനുഷ്യ ശക്തിയില്ല, മനുഷ്യൻ്റെ കഴിവില്ല, മനുഷ്യൻ്റെ ബലമില്ല, മനുഷ്യൻ്റെ യാതൊരു വിധമായ ഉദ്യമവും അതിൻ്റെ പിന്നിലില്ല. യെരിഹോ കോട്ട പിടിക്കുമ്പോൾ ഒന്നും അവിടെ നിന്ന് എടുത്തു പോകരുത് എന്ന് ദൈവം വളരെ വ്യക്തമായി കൽപ്പിച്ചു. ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ ശപഥം ചെയ്തിരിക്കുകയാണ്, ദൈവത്തിനായിട്ട് നിങ്ങൾ ഡിവോട്ട് ചെയ്തിരിക്കുകയാണ്. മുഴുവനായി ദൈവത്തിന് ഡിവോട്ടഡാണ്. ശപഥ അർപ്പിത വസ്തുക്കളാണ് അവിടെ ഉള്ളത്. അങ്ങനെ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇസ്രായേൽ പാളയത്തിന് ശാപം വരാനിടയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എടുത്തു പോയാൽ അത് ആരെടുത്താലും ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ശാപമായി തീരും. ഇസ്രായേൽ പാളയങ്ങൾക്ക് മുഴുവൻ ദോഷമായി തീരും. വലിയ കെടുതി വരാൻ കാരണമാകും. ദൈവത്തിന് അർപ്പിക്കപ്പെടേണ്ടത്, ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കാതിരുന്നാൽ, ദൈവത്തിനായി വേർതിരിക്കപ്പെടാതിരുന്നാൽ അത് ശാപത്തിൻ്റെ കാരണമായി തീരും. നിത്യനായ ദൈവം അത്ഭുതകരമായ കൃപ കൊണ്ടും ശക്തി കൊണ്ടുമാണ് നിങ്ങൾക്ക് ജയം തരുന്നത്. ഇക്കണ്ട നാളുകളെല്ലാം നിങ്ങളെ മരുഭൂമിയിൽ കൂടി ദൈവം നടത്തി. ഈ കണ്ട 40 വർഷം മരുപ്പറമ്പിലെ ഊഷരമായ മണലാരണ്യത്തിൽ കൂടി നിങ്ങൾ നടന്നു പോന്നപ്പോൾ നിങ്ങൾ നടത്തിയത് ജീവനുള്ള ദൈവമാണ്. നിങ്ങൾക്ക് കഷ്ടപ്പാട് വരാതെ ദൈവം കാത്തു. പകൽ തണൽ വിരിക്കുവാൻ മേഘസ്തംഭമുണ്ടായിരുന്നു, രാത്രി വെളിച്ചം തരുവാൻ അഗ്നിസ്തംഭമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൈവം മാറയിലെ കയ്പ് വെള്ളത്തെ മധുരമാക്കി തീർത്തു. നിങ്ങൾ ദാഹജലത്തിന് വേണ്ടി കേണപ്പോൾ ദൈവം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു തന്നു. നിങ്ങൾക്ക് ദൈവം സ്വർഗീയ ഭോജനം തന്നു, മുകളിൽ നിന്ന് മന്ന പൊഴിച്ചു തന്നു. ഒന്നിനും മുട്ടില്ലാതെ ദൈവം നിങ്ങളെ നടത്തി. ഇപ്പോഴിതാ യോർദാൻ കടന്ന് നിങ്ങൾ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായി യെരിഹോ കോട്ട പിടിക്കുവാനാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. എന്നാൽ ഞാൻ എല്ലാം ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങളെനിക്ക് മഹത്വം തരാതെ നിങ്ങൾ മഹത്വം എടുത്താൽ, അതിൻ്റെ പ്രതിഫലം നിങ്ങൾ പറ്റിപ്പോയാൽ അത് നിങ്ങൾക്ക് ശാപത്തിനും ശിക്ഷയ്ക്കും കാരണമായി തീരും. അതാണ് ദൈവം പറഞ്ഞത്: നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം. അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരേണം. ഈ കൃത്യമായ കൽപ്പന
ഇസ്രായേൽ ജനം കേട്ടതാണ്. യോശുവയുടെ നാവിൽ കൂടി, ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ നാവിൽ കൂടി ജനത്തിന് ലഭിച്ചതായ ഈ ശബ്ദം ജനം ശ്രദ്ധിച്ചതാണ്. എന്നാൽ അത് ആ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് ഒരാൾ പാപം ചെയ്തു. ആളുടെ പേരാണ് ആഖാൻ. ചരിത്രത്തിൽ, വേദപുസ്തക ചരിത്രത്തിൽ വളരെ വലിയൊരു മുന്നറിയിപ്പായി ആഖാൻ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ലംഘിച്ചു പോകരുത്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചു പോകരുത്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചാൽ നാശവും നഷ്ടവും വരും, ശാപം വന്നു ചേരും. ദൈവം തരുന്ന കൽപ്പനകൾ അനുസരിക്കാതെ പോയാൽ സമൂഹത്തിന് അത് നാശമായും ശാപമായും തീരും. അതാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നാം വായിക്കുന്നത് 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആഖാൻ അകൃത്യം ചെയ്തു എന്നാണ്. നമുക്ക് വായിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദാഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. എന്താണ് കാരണം? ഒരാൾ പാപം ചെയ്തു. ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാപം ചെയ്തു. ദൈവത്തിൻ്റെ ആജ്ഞ കേൾക്കാഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാഞ്ഞിട്ടുമല്ല. ആഖാൻ അതിൽ സ്വന്തമായിട്ട് ചിലത് എടുത്തു. ആഖാൻ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച് പാപം ചെയ്തു, ചിലത് എടുത്തുപോയി. വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരകൃത്യം ചെയ്തു. യഹൂദാഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കും. ഈ വാക്കുകൾ കേൾക്കുന്നത് സുഖപ്രദമായ ഒന്നല്ല. നമുക്ക് മധുരതരമായ വാക്കുകൾ കേൾക്കുന്ന ഇഷ്ടമാണ്, ഇമ്പകരമായ വാക്കുകൾ കേൾക്കുന്ന ഇഷ്ടമാണ്. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണെന്ന് കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു എന്ന് കേൾക്കുന്നത് നമുക്ക് ഹൃദയത്തിനത്ര രുചിപ്രദമല്ല, നമുക്ക് സുഖകരമായ വാക്കല്ലത് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നീക്കുപോക്കില്ല, ഒരു മാറ്റവുമില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക തന്നെ ചെയ്യുക. ദൈവത്തിൻ്റെ വചനം, കൃത്യമായ വചനം, വ്യക്തമായ വചനം, കൃത്യമായ മുന്നറിയിപ്പ് ദൈവം തരുന്നു. മുന്നറിയിപ്പ് അവഗണിച്ചാൽ നാശം വരും. ദൈവത്തിന് സ്തോത്രം. മുന്നറിയിപ്പുകൾ ഞാൻ ഓർക്കുന്നു, 1912 ഏപ്രിൽ മാസം 14-ാം തീയതി ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ടൈറ്റാനിക് ആദ്യത്തെ യാത്രയ്ക്ക് പുറപ്പെട്ടത്. അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി അക്കരെ അമേരിക്കൻ തീരത്ത് എത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എത്രയും ഗതിവേഗത്തിൽ കുതിച്ച് പായുകയാണ് കപ്പൽ. അതിൻ്റെ ക്യാപ്റ്റൻ എൻജിൻ റൂമിൽ നിന്ന് മാറാതെ അദ്ദേഹം ഗതിവേഗം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 2240 യാത്രക്കാരാണ് ഇതിലുള്ളത്. വളരെ കൂറ്റൻ കപ്പലാണ്, ആഡംബര കപ്പലാണ്. അതിനകത്ത് കളിക്കളങ്ങളുണ്ട്, നീന്തൽക്കുളങ്ങളുണ്ട്, സതിരുകൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ ആഡംബര വിഷയങ്ങളും സുലഭമായിട്ടുണ്ട്. ആളുകൾ കളിച്ച് മേളിച്ച് കഴിയുകയാണ്. കാരണം ആദ്യമായുള്ള ആഡംബര കപ്പലിൻ്റെ യാത്ര. ഈ കപ്പൽ ദ്രുതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം സ്പീഡിൽ പോകാമെന്ന് ക്യാപ്റ്റൻ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എഞ്ചിൻ റൂമിൽ നിന്ന് മാറുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്കകം പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ ആ ക്യാപ്റ്റൻ അത് എടുക്കാൻ തോന്നിയില്ല. ബെല്ലടിക്കട്ടെ. വളരെ ദ്രുതഗതിയിൽ പോകുന്ന കപ്പലിൻ്റെ ഗതി നിയന്ത്രിക്കുവാനായി അദ്ദേഹം അതിൻ്റെ എൻജിൻ റൂമിൽ തന്നെ ശ്രദ്ധയോടെ എൻജിനിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെയും ബെല്ലടിച്ചു, ഫോണിൻ്റെ ബെല്ലടിച്ചു. എന്നിട്ട് അദ്ദേഹം കൂട്ടാക്കിയില്ല. ഏതാനും നിമിഷങ്ങൾക്കകം പിന്നെയും ബെല്ലടിച്ചു. അദ്ദേഹം ഒരു ശല്യം എന്നതുപോലെ ഓടിച്ചെന്ന് ഫോൺ എടുത്തു.
ടേക്ക് ഡീവിയേഷൻ, വേഗം ഗതി മാറ്റുക. ഐസ്ബർഗ് ഫോർ ഹെഡ്, മുൻപിൽ വലിയൊരു മഞ്ഞുകട്ട, മഞ്ഞ് പർവ്വതം. ഐസ്ബർഗ് ഹെഡ്, മുൻപിൽ വലിയൊരു മഞ്ഞുകട്ട, വലിയൊരു മഞ്ഞ് പർവ്വതം. ഗതി മാറ്റാൻ നോക്കി, പക്ഷേ ആ വലിയ സ്പീഡ് കുറയ്ക്കാൻ കഴിഞ്ഞില്ല, ഗതി മാറ്റാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ ഈ മഞ്ഞ് പർവ്വതത്തിൽ കപ്പൽ ചെന്ന് ഇടിച്ചു. സംഭവിച്ചത് 2200-ലേറെ യാത്രക്കാരുള്ള ആ കപ്പൽ തകർന്നു, അറ്റ്ലാന്റിക്കിൽ താണു. ഏതാണ്ട് 600ഓളം പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ബാക്കി എല്ലാവരും മരിച്ചു, അറ്റ്ലാന്റിക്കിൽ താണു. കളിച്ച് മേളിച്ച് രസിച്ച് ഉല്ലസിച്ചിരുന്ന ആ ആളുകളെല്ലാവരും ഒന്നടങ്കം കപ്പലിൽ നിന്ന് താഴോട്ട് വെള്ളത്തിലേക്ക് താണു. തീർന്നു ജീവിതം. കപ്പിത്താൻ ഒരാളുടെ അശ്രദ്ധ, ഒരാൾക്ക് കിട്ടിയ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചത്. ഫോൺ എടുത്താൽ മതിയായിരുന്നു, ഫോൺ എടുത്ത് പെട്ടെന്ന് ഗതി തിരിച്ചുവിടാൻ നോക്കിയാൽ മതിയായിരുന്നു. 2-3 മിനിറ്റുകൾ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ ആദ്യം ഫോൺ എടുക്കാൻ തോന്നിയില്ല. ഇന്ന് മനുഷ്യജാതി വലിയൊരു വിപത്തിനെ നേരിടുകയാണ്. മനുഷ്യ സമൂഹം വലിയൊരു അത്യാഹിതത്തെ നേരിടുകയാണ്. എന്താണ് അത്യാഹിതം? ലോകം അതിൻ്റെ ഭീകരമായ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭയാനകമായ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കത്തി അമരാനുള്ള ഭീകരമായ ഒരു അന്ത്യത്തിലേക്ക് ലോകം ദ്രുതഗതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാരും ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. ചിരിച്ചും കളിച്ചും രസിച്ചും മേളിച്ചും എല്ലാവരും ജീവിച്ചു പോകുന്നു. അവരവരുടെ സുഖോല്ലാസങ്ങളിൽ മുഴുകി മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭയാനകമായൊരു അന്ത്യം, വളരെ ഭീതിപ്രദമായൊരു അന്ത്യം നമ്മുടെ മുന്നിലിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന്. ബൈബിൾ പറയുന്നു ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇതെല്ലാം അഴിയാനുള്ളതാണ്, എല്ലാം നശിക്കാനുള്ളതാണെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോസ്തലനായ പത്രോസ് മുൻകൂട്ടി പറഞ്ഞതാണ്. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുമെന്ന്. പഴയ നിയമത്തിലെ ഒടുവിലത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ വളരെ ഭയാനകമായ മുന്നറിയിപ്പോടു കൂടിയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. ഭയാനകമായൊരു നാൾ, ദഹിപ്പിക്കുന്ന നാൾ, കത്തി അഴിയുന്ന ഒരു നാൾ അടുത്ത് കഴിഞ്ഞിരിക്കുന്നതാണ് വേദപുസ്തകം മുൻകൂട്ടി നമുക്ക് അറിയിപ്പ് തരുന്നത്. പ്രിയപ്പെട്ടവരെ, മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. നമുക്ക് തരുന്നതായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനകൾ നാം ഗവനിച്ചില്ല എന്ന് വരരുത്, നാം അറിഞ്ഞില്ല എന്ന് വരരുത്. ദൈവം ചില വ്യക്തമായ നിർദ്ദേശങ്ങൾ തരികയാണ്. മനുഷ്യൻ അതിവേഗം ഗതി മാറ്റിക്കൊള്ളാനാണ് പറയുന്നത്. ടേക്ക് ഡീവിയേഷൻ, വേഗം ഡീവിയേഷൻ എടുത്തുകൊള്ളൂ. ടേക്ക് ഡീവിയേഷൻ, വേഗം വഴി മാറിക്കൊള്ളൂ. ഈ വഴിയെ നീ ഇപ്പോൾ പോയാൽ അത് അപകടത്തിലേക്കാണ് പോകുന്നത്. സ്നേഹവാനായ ദൈവം പറയുകയാണ്, പടുകുഴിയിലേക്കാണ് നീങ്ങുന്നത്. അഗാധ ഗർത്തത്തിലേക്ക് നീ അതിവേഗം ദ്രുതഗതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും വൈകാതെ നീ വഴി മാറിക്കൊള്ളുക എന്നാണ് ദൈവം തരുന്ന മുന്നറിയിപ്പ്. ഇനി ഒട്ടും താമസിക്കരുത് എന്ന്. നാശം പടിവാതിൽക്കലെത്തിയിരിക്കുന്നു, അപകടം തൊട്ടുമുമ്പിൽ വന്നിരിക്കുന്നു. ഏത് സമയത്തും അനർത്ഥം വരാവുന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. ഒട്ടും താമസിയാതെ ഗതി മാറ്റിക്കൊള്ളുക എന്നാണ് ദൈവത്തിൻ്റെ വചനം തരുന്ന മുന്നറിയിപ്പ്. എന്താണ് മനുഷ്യൻ ചെയ്യുന്നത്? തിരുവചനം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ കാണാം. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ തന്നെ രക്ഷാദിവസം നമ്മുടെ മുന്നിൽ കർത്താവ് തന്നിരിക്കുകയാണ്. ഇന്ന് സുപ്രസാദ കാലമാണ്. ഇതൊരു ഗ്രേഷ്യസ് പീരീഡാണ്. ഗ്രേസ്, കൃപയുടെ കാലമാണിത്, അനുഗ്രഹത്തിൻ്റെ കാലമാണിത്. ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വച്ചിരിക്കുന്ന സമയമാണിത്. അനുഗ്രഹത്തിൻ്റെ പെട്ടകം തുറന്നു വച്ചിരിക്കുന്നു. കൃപയുടെ വാതിൽ അടഞ്ഞിട്ടില്ല. ഏത് പാപിക്കും അകത്ത് കടക്കാം. പ്രിയപ്പെട്ടവരെ, നിഷ്ഠൂര സ്വഭാവമുള്ളവർക്കും അകത്ത് കടന്ന് രക്ഷപ്പെടാം. സ്വഭാവം മാറിയിട്ട് അകത്ത് കടക്കാമെന്ന് വിചാരിക്കേണ്ട. എൻ്റെ സ്വഭാവം മാറിയിട്ട്, എൻ്റെ ക്രൂരത മാറിയിട്ട്, എൻ്റെ ദുഷ്ടത മാറിയിട്ട്, എൻ്റെ ജീവിതത്തിലെ ക്രമക്കേടുകൾ മാറിയിട്ട് ഞാൻ അകത്ത് കടക്കാമെന്ന് വിചാരിക്കേണ്ട.
ഇപ്പോൾ തന്നെ വേഗം ഓടി അകത്ത് കടക്കുവീൻ. പുറത്ത് സിംഹവും പുള്ളിപ്പുലിയും മാനും കരടിയും കടുവയും എല്ലാം ഉണ്ട്. പുള്ളിപ്പുലിയും മാനും പുറത്ത് നല്ല ശത്രുതയിലാണ്, എന്നാൽ അകത്ത് കടന്നാൽ ശത്രുത്വമില്ല. അകത്തേക്ക് പ്രവേശിച്ചാൽ അവിടെ ഐക്യമാണ്, അവിടെ സ്നേഹമാണ്. അവിടെ ചെന്നായ ആട്ടിൻകുട്ടിയെ പിടിക്കുകയില്ല. പുറമേ ചെന്നായി ആട്ടിൻകുട്ടിയെ ഓടിച്ചിട്ട് പിടിക്കും, കടിച്ചു കീറും. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം സ്വസ്ഥമാണ്, അവിടെയെല്ലാം സ്നേഹമാണ്. പെട്ടകത്തിനുള്ളിൽ കടന്നാൽ അവിടെ സ്നേഹമാണ്, അവിടെ സൗഹൃദമാണ്, അവിടെ ഒത്തൊരുമയാണ്, അവിടെ സഹവർത്തിത്വമാണ്. പെട്ടകത്തിനുള്ളിൽ അങ്ങനെയാണ്. അവിടെ സഹകരണ മനോഭാവമാണ്, സഹവർത്തിത്വം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് മനുഷ്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? പുറമേ കടിച്ചു കീറുന്ന സ്വഭാവം, കുടുംബത്തിൽ തന്നെ ഐക്യമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഇഷ്ടക്കുറവും പിണക്കവും പരസ്പരം അനൈക്യവും, സ്നേഹമില്ലായ്മ കുടുംബങ്ങളിൽ കാണുന്നു, പരസ്പര വിദ്വേഷം കുടുംബങ്ങളിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൊച്ചു കുടുംബങ്ങൾ കൊച്ചു സ്വർഗമാകാൻ ഇനിയും വൈകരുത്. പരസ്പര സ്നേഹത്തിൽ നാം ഉയരുവാനും വൈകരുത്. പരസ്പര സ്നേഹത്തിൽ നാം വളരുവാൻ വൈകരുത്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നുവെന്ന്. ഇന്ന് സുപ്രസാദ കാലമാണ്, ഇന്ന് രക്ഷാ ദിവസമാണ്, ഇപ്പോൾ രക്ഷയുടെ സമയമാണ്. ആർക്കും പ്രവേശിക്കാവുന്ന സമയമാണ്, ആർക്കും അകത്ത് കടക്കാം. ദൈവത്തിന് സ്തോത്രം. ആരും പുറത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, ആരും പുറത്തെ പ്രളയത്തിൽ മുങ്ങി താഴേണ്ട കാര്യമില്ല, ആരും നശിച്ചു പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പാപം ചെയ്തവനല്ലേ, എനിക്ക് രക്ഷയുണ്ടോ എന്നാരും ചിന്തിക്കേണ്ട. ഞാൻ അശുദ്ധിയിൽ ജീവിച്ചവളല്ലേ, എനിക്കിനി മോചനത്തിന് മാർഗമുണ്ടോ എന്നാരും പരിഭ്രമിക്കേണ്ട. ഞാൻ കൊള്ളകളും കൊള്ളരുതായ്മകളും നടത്തിയവനല്ലേ, ഇനി എനിക്ക് രക്ഷയ്ക്ക് മാർഗമുണ്ടോ സാധ്യതയുണ്ടോ എന്നാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആർക്കും പ്രവേശിക്കാം, എല്ലാവർക്കും അകത്തേക്ക് ഓടി വരാം. ദൈവത്തിന് സ്തോത്രം. ആ പെട്ടകം ഇതാ തുറന്നിരിക്കുകയാണ്. ഏതാണ് ഈ കൃപയുടെ പെട്ടകം? സഹോദരങ്ങളെ, ആ പെട്ടകം കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം, യേശുക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട വിരാവ്. ആ തിരുഹൃദയത്തിലേക്ക് ആർക്കും പ്രവേശിക്കാം. ഏത് കൊടും പാപിക്കും പ്രവേശിക്കാം, ഹീനപാതകം ചെയ്തവനും പ്രവേശിക്കാം, എത്ര കൊള്ളരുതാത്ത ജീവിതം നയിച്ചവനും പ്രവേശിക്കാം. വഴക്കടിച്ച് പിണങ്ങി കൊള്ളരുതായ്മയിൽ ജീവിച്ച് നാട് കിടുക്കി ദേശത്തിൻ്റെ പേടി സ്വപ്നമായി കഴിഞ്ഞവനും അകത്ത് കടന്നു വന്ന് സമാധാനമായി ജീവിക്കാം, സന്തോഷമായി പുലരാം. പ്രിയപ്പെട്ടവരെ, കുടുംബം കലക്കിയവനും മാതാപിതാക്കളെ ഉപദ്രവിച്ചവനും മാതാപിതാക്കളെ ധിക്കരിച്ചവനും അവനും വരാം അകത്തേക്ക്. ദൈവത്തിന് സ്തോത്രം. ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചവനും ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചവൾക്കും അവൾക്കും വരാം അകത്തേക്ക്. കുടുംബം മുടിച്ചവർക്കും അകത്തേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാലം ജീവിതത്തിൻ്റെ അഴുക്ക് വശങ്ങളിലൂടെ ജീവിച്ചവനും അകത്തേക്ക് കടന്നു വരാം. പെട്ടകം തുറന്നിരിക്കുകയാണ്. ദൈവം മുന്നറിയിപ്പ് തരികയാണ്. പെട്ടകം അടയ്ക്കുന്ന സമയം ആർക്കും അറിഞ്ഞുകൂടാ. ദൈവം മുന്നറിയിപ്പ് തരികയാണ്. എപ്പോഴാണ് വാതിൽ അടയുന്നതെന്ന് അറിയുന്നില്ല. കൃപയുടെ വാതിൽ പൂട്ടുന്നത് എപ്പോഴെന്ന് അറിഞ്ഞുകൂടാ. കൃപാസനത്തിൻ്റെ അധിപതി ന്യായാസനത്തിലേക്ക് മാറുന്നത് എപ്പോഴെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് യേശുക്രിസ്തു കൃപാസനത്തിലാണ്. ഇന്ന് യേശുക്രിസ്തു കൃപയുടെ സിംഹാസനത്തിലാണ്. ഏതൊരു പാപിക്കും വന്ന് അഭയപ്പെടാം, ഏതൊരു പാപിക്കും വന്ന് തൃപ്പാദത്തിൽ മുട്ടുമടക്കാം, ഏതൊരു പാപിക്കും വന്ന് ജീവിതം സമർപ്പിക്കാം. എന്നാൽ യേശുക്രിസ്തു കൃപാസനത്തിൽ നിന്ന് ന്യായാസനത്തിലേക്ക് മാറുന്നൊരു ദിവസമുണ്ട്. ന്യായവിധിക്കായി ന്യായാധിപതികളുടെ ന്യായാധിപതിയായ ക്രിസ്തു ന്യായാസനത്തിലേക്ക് മാറുന്നൊരു ദിവസമുണ്ട്. പിന്നെ രക്ഷയില്ല, പിന്നെ ആശയ്ക്ക് വകയില്ല, പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കൊരു ചെറിയ ആയുഷ്കാലം തന്നിട്ടുണ്ട്. ഈ ആയുഷ്കാലം വിലയേറിയ സമയമാണ്. ഈ ആയുഷ്കാലം വിലപ്പെട്ട കാലമാണ്. ഈ കാലം നഷ്ടപ്പെടുത്തരുത്. നാം ജീവിതം കർത്താവിന് കൊടുക്കുവാൻ താമസിക്കരുത്. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ നാം ഇനിയും ഒട്ടും വൈകരുത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആഖാൻ പാപം ചെയ്തു. ആഖാൻ ദൈവകൽപ്പന ലംഘിച്ചു. ദൈവം വ്യക്തമായി നിർദ്ദേശം കൊടുത്തിട്ടും അതിനെ അവഗണിച്ചു. അതിനെക്കുറിച്ച് അല്പം പോലും വില കൊടുക്കാതെ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവവചനത്തിന് കൂസലില്ലാതെ അതിനെ അവഗണിച്ചുകൊണ്ട് ആഖാൻ പാപം ചെയ്തു. അവൻ ചിലത് എടുത്തു. ശപഥാർപ്പിത വസ്തുവിൽ ചിലത് അവൻ എടുത്തു, അവൻ സ്വന്തമാക്കി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചാൽ അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം വായിക്കുമ്പോൾ കാണാം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കും.
എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നു, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നില്ല, യാതൊരു അർത്ഥവുമില്ല. നമുക്ക് പ്രാർത്ഥനകൾ ഉരുവിടാം, നമുക്ക് മനോഹരമായി പാട്ടുകൾ പാടാം, നമുക്ക് സാക്ഷ്യങ്ങൾ പറയാം, നമുക്ക് കൂട്ടായ്മ യോഗങ്ങൾ നടത്താം, നമുക്ക് അനേകം ആളുകൾ വിളിച്ച് പ്രസംഗിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇതെല്ലാം ചെയ്താലും ദൈവത്തെ സ്നേഹിക്കാതെ തന്നെ സ്നേഹിച്ചുകൊണ്ട് വേല ചെയ്യുന്നവരുണ്ട്. അതും ചെയ്യാം. തന്നെ സ്നേഹിച്ചുകൊണ്ട്, അവനവനെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യാം. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ദൈവവേല ചെയ്യുന്നവരാണോ? നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളെയാണോ സ്നേഹിക്കുന്നതോ ക്രിസ്തുവിനെയാണോ സ്നേഹിക്കുന്നത്? നിങ്ങൾക്കുള്ള പണത്തെയാണോ സ്നേഹിക്കുന്നത്, ക്രിസ്തുവിനെയാണോ സ്നേഹിക്കുന്നത്? നിങ്ങൾക്കുള്ള പ്രതാപത്തെയാണോ സ്നേഹിക്കുന്നത്, ക്രിസ്തുവിനെയാണോ സ്നേഹിക്കുന്നത്? നിങ്ങൾക്കുള്ള പേരും പെരുമയുമാണോ സ്നേഹിക്കുന്നത്, അതോ ക്രിസ്തുവിൻ്റെ മഹത്വമാണോ സ്നേഹിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലാക്കും ലക്ഷ്യവും ക്രിസ്തുവിൻ്റെ മഹത്വം മാത്രമായി കാണാൻ നിങ്ങൾക്കിതുവരെയും കഴിഞ്ഞിട്ടുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ മഹത്വം, കർത്താവേ ഞാൻ ഏതും ആയിക്കൊള്ളാമെന്ന് നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? കർത്താവേ എനിക്ക് വേറെ ലാക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വേറെ ലക്ഷ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? യേശുവേ, നിൻ്റെ മഹത്വത്തിന് വേണ്ടി എൻ്റെ ഈ ചുരുങ്ങിയ ആയുഷ്കാലം ചെലവഴിക്കപ്പെടണമെന്നല്ലാതെ എനിക്ക് വേറെ ലാക്കില്ല എന്ന് ഒന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, നീ എനിക്ക് വേണ്ടി നിൻ്റെ ദിവ്യ ജീവൻ കുരിശിൽ അർപ്പണം ചെയ്തു. എന്നാൽ ഞാനിതാ എന്നെ നിനക്ക് മുഴുവനായ ഒരു വ്യവസ്ഥയും കൂടാതെ സമർപ്പിക്കുന്നെന്ന് പറയുവാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനും കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ തോന്നിയിട്ടുണ്ടോ? യേശു ക്രിസ്തു, സ്നേഹവാനായ ക്രിസ്തു, ഇന്ന് നിങ്ങളുടെ അരികത്തേക്ക് വന്നു നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ നിന്ന് കെഞ്ചി ചോദിക്കുകയാണ്, മകനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഒറ്റയ്ക്കൊരു ചോദ്യം, പ്രിയമകനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അന്ന് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ നാളുകളിൽ കർത്താവ് ശീമോൻ പത്രോസിനെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി. മറ്റ് 7 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് ശീമോനെ മാറ്റിക്കൊണ്ടുപോയി. തീബരിയാസ് കടൽക്കരയിൽ ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോയിട്ട് ശീമോനോട് കർത്താവ് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ കാണുന്ന ഗലീലക്കടലിനേക്കാളും, ഗലീലക്കടലിലെ തൊഴിലിനേക്കാളും, ഗലീലക്കടലിലുള്ളതായ പടകിനേക്കാളും, ഗലീലക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന കൂട്ടുകാരേക്കാളും ഇവയിലെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ശീമോൻ പത്രോസ് ഒന്ന് ഞെട്ടി. ശീമോൻ പത്രോസ് ഒന്ന് അമ്പരന്നു. വിക്കി പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് അറിയുന്നുവല്ലോ. സ്നേഹിക്കുന്നു പറയാനുള്ള ധൈര്യമില്ല. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് അറിയുന്നുവല്ലോ. കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക. വീണ്ടും ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയെല്ലാം അധികമായി എന്നുള്ള വാക്ക് വിട്ടു. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ശീമോൻ പത്രോസ് പിന്നെയും പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. വീണ്ടും ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലം അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. ഗൽഗദ സ്വരത്തിൽ ശീമോൻ പത്രോസ് പറഞ്ഞു, തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവം മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കും. ഇന്ന് സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ യേശുവിനെ സ്നേഹിപ്പാൻ ഒരു തീരുമാനം എടുക്കുമോ? കർത്താവേ, എൻ്റെ ആയുസ്സിൽ, എൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധ പൈതലായി ഞാൻ ജീവിക്കും. ഒരു വിശുദ്ധ ദാസനായി, ഒരു വിശുദ്ധ ദാസിയായി ഞാൻ ജീവിക്കും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിച്ചില്ല. ഇത്രയും കാലം ഞാൻ എന്നെ സ്നേഹിച്ചു. ഇത്രയും കാലം ഞാൻ ലോകത്തെ സ്നേഹിച്ചു. ഇത്രയും കാലം എൻ്റെ ജഡത്തെ സ്നേഹിച്ചു. ഇത്രയും കാലം ലോക ഇമ്പങ്ങളെ സ്നേഹിച്ചു. ഇത്രയും കാലം വെറുക്കൂത്തുകളെ സ്നേഹിച്ചു. ഇത്രയും കാലം പാപത്തെ സ്നേഹിച്ചു. ഇത്രയും കാലം പിശാചിനെ സ്നേഹിച്ചു. പറയാൻ പ്രയാസമുള്ള വാക്കാണ്, അത് നാം പറഞ്ഞേ പറ്റൂ, തുറന്നു പറഞ്ഞേ പറ്റൂ. നാഥ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിപ്പാൻ തീരുമാനമെടുക്കുന്നു. ദൈവത്തോട് പറയുക. കർത്താവിന് സ്തോത്രം. അങ്ങനെ തീരുമാനിക്കുന്നവരിൽ ഊന്നി നിന്നുകൊണ്ട് ചില വൻ കാര്യങ്ങൾ കർത്താവ് ലോകത്തിൽ ചെയ്യും. വലിയ കാര്യങ്ങൾ കർത്താവ് ലോകത്തിൽ ചെയ്യും. യേശുവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നവരുടെ മേൽ നിന്നുകൊണ്ട്, അവിടെ ശിരസിൽ ഊന്നി നിന്നുകൊണ്ട്, അവരുടെ മേൽ അവിടുന്ന് വാഹനമേറിക്കൊണ്ട് അവിടുന്ന് ചില വൻ കാര്യങ്ങൾ നിവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ജീവിതം വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടോ?
വചനം പ്രമാണിക്കാൻ താല്പര്യമുണ്ടോ? വചനം അനുസരിക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇപ്പോൾ നിങ്ങളെ കഴുകും. ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ നെറ്റിമേൽ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി വന്ന് വീഴും. നിങ്ങളുടെ തലമേൽ ക്രിസ്തുവിൻ്റെ കരം വയ്ക്കും. ക്രിസ്തുവിൻ്റെ ആണിപ്പാടുകൾ നിങ്ങളുടെ തലമേൽ വെച്ച് ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും. വേണമോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ അനുഗ്രഹം? വേണമോ നിങ്ങൾക്ക് സ്വർഗരാജ്യം? വേണമോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനശ്വര സമ്പത്ത്? വേണമോ നിങ്ങൾക്ക് സ്വർഗീയ അവകാശം? വേണമോ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കരുണയേറിയ കരങ്ങളുടെ തലോടൽ? ഇന്ന് നിങ്ങൾക്ക് ഈ ആശ്വാസം പ്രാപിക്കാം, ഇന്ന് ഈ അനുഗ്രഹം പ്രാപിക്കാം. യേശുവിലേക്ക് വരിക. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കുമെന്ന് യേശുവിനോട് പറയാം. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ, കുടുംബ സമാധാനം നൽകണമേ, ഹൃദയശാന്തി നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമീൻ.